നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമുക്കറിയാം ഇന്ന് മൊബൈൽ ഫോൺ വഴി വളരെയധികം തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫോൺ കോളുകൾ ഹാക്ക് ചെയ്യുക, നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ അവരുടെ ഫോണിലേക്ക് ആക്കി മാറ്റുക എന്നിങ്ങനെ പലതരം തട്ടിപ്പുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു അടിപൊളി സെറ്റിംഗ്സ് വഴി നമ്മുടെ ഫോൺ കോളുകൾ ചോർത്തുന്നവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരെ നമുക്ക് ഫോണിലേക്ക് പോയി അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തായി നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ഫോണിലെ ഡയലർ പേഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ നമ്മളുടെ ഡയലർ പേഡിൽ സ്റ്റാർ എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 1 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഹാഷ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് 2 സിം കാർഡ് എന്തായാലും ഉണ്ടാവും. ഒന്ന് സിം 1 സിം 2. അപ്പോൾ നിങ്ങൾ ഇത് 2 സിം കാർഡിലും ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ആദ്യത്തെ സിം കാർഡിലാണ് ചെയ്ത് നോക്കുന്നത്. ഞാൻ സിം 1ലുള്ള ആ ഡയലർ പേഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കോൾ ഫോർവേഡിങ് വോയിസ് നോട്ട് ഫോർവേഡഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കുന്നത് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരുടെയും ഫോണിൽ നോട്ട് ഫോർവേഡഡ് എന്നാണ് കാണിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ നമ്മൾ സംശയമായിട്ടാണല്ലോ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചിലരുടെ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൾ ഫോർവേഡഡ്, പിന്നെ ഏത് ഫോൺ നമ്പറിലേക്കാണ് നമ്മുടെ കോൾ ഫോർവേഡ് ചെയ്യുന്നത്, അതായത് ഹാക്ക് ചെയ്യുന്നത്, ആ നമ്പർ എഴുതി കാണിക്കും. അതൊരു ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ വീണ്ടും സ്റ്റാർ ഹാഷ് 2 1 അതിനുശേഷം വീണ്ടും ഹാഷ് അതിനുശേഷം കോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കോൾ ഫോർവേഡിങ് വോയിസ് വിത്ത് നമ്പർ. അപ്പോൾ നമ്മളുടെ കോൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വരും, നമ്പർ അടക്കം നമുക്ക് വരും. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോൺ നമ്പർ ആരാണ് ഹാക്ക് ചെയ്യുന്നതെന്ന് ഈ നമ്പർ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കത് പ്രതികരിക്കാനായിട്ട് സാധിക്കും. ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ അറിയാതെ തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും, ഡിസേബിൾ ചെയ്യാം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ 2 സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യത്തേത് പറയുന്നത് ചിലവരുടെ ഫോണിൽ വർക്കാവുള്ളൂ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഞാനിപ്പോൾ പറയാം. അതിനുവേണ്ടി ഹാഷ് 02 ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ഡയൽ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് USOD റണ്ണിങ് എന്ന് പറയും. അതിനുശേഷം അൺനോൺ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് സക്സസ് ആയിട്ടില്ല. ചിലവരുടെ ഫോണിൽ ഇത് വർക്ക് ആവുന്നുണ്ട്, ചിലവരുടെ ഫോണിൽ ഇത് വർക്ക് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫോണിൽ ഇത് വർക്കായില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് വർക്ക് ആവാത്തവർ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് ലൈൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോൾ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ കോൾ ഫോർവേഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഓൾവേസ് ഫോർവേഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ ഫോൺ ആരെങ്കിലും എടുത്ത് നമുക്ക് അറിയില്ല എപ്പോഴാണ് ചെയ്തതെന്ന്, നമ്മൾ കൂട്ടുകാരോ മറ്റോ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ ഫോൺ എവിടെയെങ്കിലും ഇപ്പോൾ കേടായിട്ട് നന്നാക്കാനോ സർവീസിനൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തു വെച്ചാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് പോയിട്ട് നമുക്കിവിടെ ഏതാ നമ്പർ നമുക്കിവിടെ കാണാം. അതിനുശേഷം നമ്മളിവിടെ ടേൺ ഓഫ് കൊടുക്കുക. ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോൾ ഫോർവേഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ഫോണിൽ ചെക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്